നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവരുടെ ഇടയിൽ പോയിരുന്ന് അവരെന്നെ കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നതെന്ന് കേൾക്കണം. എന്തിന്? അങ്ങനെ നീ അവിടെ പോയിരുന്ന് അവരെന്തൊക്കെയാണ് എന്നെ കുറിച്ച് കുറ്റം പറയണെന്ന് കേട്ടാലല്ലേ നിനക്ക് അതൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറയാൻ പറ്റുള്ളൂ. എനിക്ക് മനസ്സിലായില്ല. ഉത്തമ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി. ഷാഹിനക്കുട്ടി, എനിക്കും വ്യക്തമായിട്ട് അങ്ങോട്ട് മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലായ വെച്ച കാര്യം ഞാൻ പറയാം. നീ ഇന്നു മുതൽ കുഞ്ഞമ്മയുടെ സ്പൈയ, അതായത് ചാര വനിത. നീ അവിടെ പോയ സഭയിലിരിക്കണം. അവര് കുഞ്ഞമ്മേനെ പറ്റി എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ അതുപോലെ തന്നെ വന്ന് കുഞ്ഞമ്മയോട് പറയണം. അയ്യേ, എന്റെ ഉത്തമേട്ട അവിടെ കേൾക്കുന്ന ഇവിടെ വന്ന് പറയുന്നൊക്കെ തെറ്റല്ലേ? അല്ല, നിനക്ക് വലിയ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എന്നാ പിന്നെ അല്ലേ? എനിക്ക് ഇതൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിന്റെ ഹൈറ്റ് എത്ര ഉണ്ട്? ഞാൻ 5 അടിയുണ്ട്. ഉത്തമ, 5 അടിയുള്ള ഒരാളെ തല്ലിക്കൊന്ന് കല്ലില് കെട്ടി ഈ കുളത്തിൽ അങ്ങോട്ട് താത്തിയിട്ടല്ലേ ആരെങ്കിലും അറിയോ? ചുരുങ്ങിയത് ഒരു 100 വർഷം എടുക്കും അറിയാൻ. ആണോ? 100 വർഷം അല്ലേ? അപ്പോ എങ്ങനെയാ, കുളത്തിൽ കുളിക്കണോ അതോ നിക്കണോ? സത്യമായിട്ടും എന്നെ കൊന്ന് ഇതില് താത്തുവോ? അമ്മച്ചിയാണോ സത്യം? ഞാൻ തല്ലി കൊന്ന് താത്തും. ഷാഹിന, കുഞ്ഞമ്മയുടെ കൂടെ നിൽക്കാത്ത 3 പേര് ഇപ്പൊ എവിടെ കിടക്കണെന്നറിയാമോ? എവിടെയാ? ഈ കുളത്തിന്റെ അടിത്തട്ടില് തല്ലിക്കൊന്ന് ചവിട്ടി താത്തിയതാ. എന്തായാലും ജീവപര്യന്തമാണ്. ഇനിയിപ്പോ ഒരെണ്ണത്തിനെയും കൂടെ തല്ലിക്കൊന്നാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല, ശിക്ഷ ഒരുപോലെ. അങ്ങനെയാണെങ്കിലേ ഇനി തൊട്ട് ഞാൻ കുഞ്ഞമ്മയുടെ ആളാ. ശരിക്കും? വെരി ഗുഡ് ഗേൾ. അപ്പൊ എന്തായാലും കുഞ്ഞമ്മക്ക് പുതിയ അസിസ്റ്റന്റ് ആയ സ്ഥിതിക്ക് ഞാൻ തൽക്കാലം കുഞ്ഞമ്മയുടെ അടുത്ത് രാജി വെച്ചിട്ട് അങ്ങോട്ട് മാറിയാലോ എന്നൊരു ആലോചന. ഉത്തമ, നിന്റെ താടിയൊക്കെ വളർന്നടാ, ഒന്ന് ഷേവ് ചെയ്തേക്ക്. എന്തിനാണ്? നിന്റെ പഴയ കേസ് കേട്ടില്ലേ, അത് ഒത്തുതീർപ്പൊന്നും ആക്കിയിട്ടില്ല. ഞാൻ ഒന്നും കൂടെ ഒന്ന് മനസ്സ് വിചാരിച്ചാ വീണ്ടും ഒന്ന് കുത്തിപ്പൊക്കാൻ പറ്റും. ആണോ? ഞാൻ കുഞ്ഞമ്മ അടുത്ത് രാജിവെച്ച് പോണ കാര്യമല്ല പറഞ്ഞത്. ഞാൻ ഇപ്പോഴുള്ള ഇതിൽ നിന്ന് രാജിവെച്ചിട്ട് ഇവളെ അസിസ്റ്റന്റ് ആണല്ല, ഇവളുടെ സാറായിട്ട് വീണ്ടും ജോയിൻ ചെയ്യാൻ വേണ്ടിട്ടാ. അത്ര സിമ്പിളാണ് കാര്യം. അല്ലാതെ ഞാൻ കുഞ്ഞമ്മനോട്ട് പോവാനാ? നീ അത് പറയണ്ടേ? എന്ത് കഷ്ടം, ഞാനങ്ങ് തെറ്റിദ്ധരിച്ചു പോയടാ. അങ്ങനെ ഞാൻ പോവുക? അതന്നെ ശരിയാണ്. ഞാൻ അങ്ങോട്ട്. അയ്യോ, നീ ഇതുവരെക്കും പോയില്ലേ? ഇന്ന് തന്നെ ഡ്യൂട്ടി കയറണം. വേഗം ചെല്ല്. ഡ്യൂട്ടിക്കാ? അവിടെ അവരെന്തൊക്കെ എന്നെ കുറിച്ച് പറയണമെന്നുള്ളത് എന്റെ അടുത്ത് വന്ന് പറയണ്ടേ? വേഗം ചെല്ല്. എന്നിട്ട് അവിടെ പോയി എന്നെ കുറിച്ച് മാക്സിമം കുറ്റം പറഞ്ഞ് അവരുടെ നിന്ന് വാങ്ങിച്ചെടുക്ക കേട്ടോ. പക്ഷെ ഒരു കാര്യം, ഇവിടെ പറഞ്ഞതൊന്നും അവിടെ പോയി പറഞ്ഞു പോവരുത്. ഉറപ്പല്ലേ? രാധയുടെ സ്വഭാവം അറിയാലോ. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ശരി. മറ്റേ പഴയ കേസിന്റെ കാര്യം ശരിക്കും പറഞ്ഞാണോ? ശരിക്കും പറഞ്ഞു. മര്യാദയ്ക്ക് ഞാൻ പറയണത് അനുസരിച്ച് ഇവിടെ ജീവിച്ചാൽ നിനക്ക് കൊള്ളാം. ഒന്നും പറ്റിയില്ല. എല്ലാം എന്താ പേടിച്ചിരിക്കണേ? ഞാൻ പേടിച്ചിരിക്കുന്നല്ല. എടി, എന്താ കാര്യം പറ. അതൊന്നും ഇല്ല ചേച്ചി, ഞാൻ വെറുതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരുന്നതാ. എന്താ ആലോചിച്ചു? ഒന്നുമില്ല ചേച്ചി. രാവിലെ വല്ല ഇഡ്ഡലിയോ ദോശയോ അപ്പോ ഒക്കെ ഉണ്ടാക്കി കഴിക്കാം. ഉച്ചയ്ക്ക് ചോറും കറി ഉണ്ടാക്കി കഴിക്കാം. വൈകിട്ട് അതിന്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിച്ചിട്ട് എവിടെയെങ്കിലും സുഖമായിട്ട് കിടന്നുറങ്ങാം. അങ്ങനെയൊക്കെ ജീവിച്ചു പോണോ നല്ലത്. എനിക്കും അതാ ഇഷ്ടം. ഇതെന്താ നീ ഇപ്പൊ പറഞ്ഞേ? അതല്ലേ ചേച്ചി, നമ്മളൊക്കെ വെല്ലമൊക്കെ തിന്നും കുടിച്ചൊക്കെ സമാധാനപരമായിട്ട് എവിടെങ്കിലും ഇരിക്കുന്നതിന് വരെ വലിയ ആൾക്കാരെ പോലെ ആവശ്യമില്ലാത്ത പ്രശ്നത്തിൽ പോയി ഇടപെടുന്ന നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം. എന്താടി കാര്യം പറഞ്ഞ എനിക്കൊന്നും മനസ്സിലായില്ല. അത് ചേച്ചി,
അല്ലെങ്കിൽ ഒന്നുമില്ല. എന്തോ ഒന്നുമില്ലാന്ന് എന്തോ ഉണ്ട് നീ പറ. എന്റെ ചേച്ചി അത് ചേച്ചിയോട് പറയാൻ പറ്റൂല. ഓ അപ്പൊ എന്നോട് പറയാൻ പറ്റാത്ത കാര്യം നിനക്കുണ്ടോ? അങ്ങനെയല്ല, ഇത് ചെറിയൊരു കാര്യം, അതുകൊണ്ടാ പറയാത്തെ. ആ ചെറിയ കാര്യമായാലും എനിക്ക് കേൾക്കണം, നീ പറ. അല്ല, എനിക്ക് അങ്ങനെ പറയാൻ പറ്റൂല. നീ പറയില്ലേ? ഇല്ല, പറ്റൂല. നീ പറയാതെ ഇവിടുന്ന് പോവില്ല നീ. ചേച്ചി അതിന് മാത്രം ഒന്നും ഇല്ല, അതുകൊണ്ടാ പറയാത്തെ. ഇച്ചിരി പോകുന്ന കാര്യമായാലും എന്നോട് പറയണം. ഞാൻ എന്തായാലും പറയൂല. അപ്പൊ നിന്റെ വാശി. വാശിയല്ല, ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, അതിന് മാത്രമുള്ള കാര്യമൊന്നും ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചേച്ചിയോട് പറയൂലേ. പിന്നെ നീ ആലോചിച്ചിരിക്കണ എന്തിനാ? അത് വെറുതെ ഇവിടെ ഇരുന്നപ്പോ അങ്ങ് ആലോചിച്ചു പോയതാ. മക്കളെ, അച്ഛാ, ഇതെന്താ അച്ഛനും തുടങ്ങിയ ആലോചന? എന്താ? കുമാരിയെ, അല്ല നിനക്ക് ഇത്തിരി ജനറൽ നോളജ് ഉണ്ടല്ലോ. ഇത്തിരി അല്ല, നന്നായിട്ടുണ്ട്. അച്ഛൻ എന്താ അറിയണ്ടേ? ആ അതെ, ഈ ഹരിദ്വാറില് അവിടെ ഈ 1 സെന്റ് ഭൂമിക്ക് എന്തോ വില വരും? ഹരിദ്വാറില് അവിടെ 1 സെന്റ് ഭൂമിക്ക് എന്തോ വില വരുമെന്നാ ചോദിച്ചത്. അച്ഛനിപ്പോ എന്തിനാ അവിടുത്തെ ഭൂമിയുടെ വിലയൊക്കെ അറിഞ്ഞിട്ട്? അത് കൊറേ ദൂരെയാ. അല്ലാതറിയാ, എന്തായാലും നമ്മുടെ ഈ തറവാട് സർക്കാരിനും ആശ്രമത്തിനും കൊടുത്തതിന് ശേഷം ഒരു മനുഷ്യത്വത്തിന്റെ പേരിൽ സീതാലക്ഷ്മി നഷ്ടപരിഹാരമായിട്ട് എനിക്ക് എന്തെങ്കിലും തരുമായിരിക്കുമല്ലോ. ആ കാശിന് ഹരിദ്വാറിലെങ്ങാണ് ഇത്തിരി ഭൂമി മേടിച്ച് അവിടെ അങ്ങ് കഴിയാമല്ലോ എന്ന് വിചാരിച്ച് ചോദിച്ചതാ. അപ്പൊ അച്ഛന് സന്യസിക്കാൻ പോവാ? അയ്യോ, സന്യസിക്കാനല്ല, അവരുള്ള സന്യാസിമാരുടെ കൂടെ കഴിയാമല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതാ. അതന്നെയല്ലേ അച്ഛൻ സന്യാസം? അയ്യോ അതല്ല. പിന്നെന്താ? പിന്നെന്തുവാ? എന്താ വല്ലമേട്ടൻ പറയുന്നേ? അച്ഛനെ ഹരിദ്വാറിൽ പോവാന്ന്. ആണോ വല്ലമേട്ട? ആ, അതിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുക. അല്ല, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അല്ല, ബലരാമേട്ട ഇപ്പൊ ഹരിദ്വാറിൽ പോയിട്ട് എന്താ കാണിക്കാനാ? സന്യസിക്കാനാണെന്നാ തോന്നണേ. എന്റെ പൊന്നു ബലരാമേട്ട സന്യസിക്കാൻ വേണ്ടി ഹരിദ്വാറിലോട്ടൊന്നും പോകേണ്ട കാര്യമില്ല. ഇവിടെ നിന്ന് ഇറങ്ങേണ്ട ആൾക്കാർ വേറെ ഉണ്ടല്ലോ. അതാരാ വേറെ ആൾക്കാര്? ബലരാമേട്ട, ഇത് ബലരാമേട്ടന്റെ തറവാടല്ലേ? വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയല്ലേ താമസിക്കുന്നത്. ഇവിടുന്ന് ഇറങ്ങേണ്ടതേ വലിഞ്ഞു കയറി വന്നവരാ. അമ്മായി, വലിഞ്ഞു കയറി വന്നത് തന്നെയാണ് ഉദ്ദേശിച്ചെങ്കിലേ ഞാൻ ഇവിടുന്ന് പോവില്ല കേട്ടോ. നിന്നെ അല്ല. പിന്നെ ഞാൻ പോവില്ലട്ടോ. ഞാൻ നിങ്ങളൊന്നും അല്ല ഉദ്ദേശിച്ചതെന്നാ. പിന്നെ വലിഞ്ഞ് അമ്മായിയോ? അതെ, ഞാനാണോ വലിഞ്ഞു കയറി വന്നിട്ട് നിങ്ങളെ ഇപ്പൊ ഇവിടുന്ന് ഇറക്കി വിടാൻ നിൽക്കുന്നത്? ആ ചേച്ചി, കുഞ്ഞമ്മയുടെ കാര്യം ഉദ്ദേശിച്ചേ. കുഞ്ഞമ്മയുടെ കാര്യാണോ? അതെ, അമ്മായി അവരെ പുറത്താക്കാന്ന് പറഞ്ഞ് മീറ്റിംഗ് കൂടണമല്ലാതെ അതിനുള്ള ഒരു നടപടി എടുക്കണില്ല കേട്ടോ. അവരെ ഇവിടുന്ന് പുറത്താക്കുക എന്ന് പറയുന്ന അത്ര വലിയ ബാലികാറാമലയൊന്നും അല്ല. നിസ്സാര ചെറിയൊരു പണിയേ ഉള്ളൂ. അത് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അമ്മായി, എന്താ പ്ലാന്? വെരി സോറി. രാഷ്ട്രീയത്തിലായാലും വ്യക്തി ജീവിതത്തിലാണെങ്കിലും എന്റെ പ്ലാനുകളൊന്നും വേറൊരാളുടെ ഞാൻ ഡിസ്കസ് ചെയ്യില്ല. അല്ല, എന്നാലും പറ, ഞങ്ങളോടല്ലേ. ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങളാരും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരില്ല. അവരെ ഇവിടുന്ന് ഇറങ്ങുള്ളൂ, ഉറപ്പ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.